നമ്മളിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് കിക്ക് എ ലക്കി ബ്ലോക്ക് എന്ന ഗെയിമാണ്. ഇതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക. അപ്പോൾ ഗെയിം പ്ലേയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളെല്ലാ കോണ്ടൻറ്റും ചെയ്യുന്നതാണ്. താല്പര്യമുള്ള കോണ്ടൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് കിടക്കാം. നമുക്ക് കളിച്ചു തുടങ്ങാം. ഇപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ടുള്ളത് നമുക്ക് നേരത്തെ കിട്ടിയതാണ് ഈ 2 ബ്രെയിൻ റോഡ്സ്. ഈ ഒരു ബോബ്രീറ്റോ ബാൻഡിറ്റോ നമ്മൾ കുറച്ച് ലെവലപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ പാർട്ട് 1 പോയി കണ്ടാലേ എല്ലാം മനസ്സിലാകത്തുള്ളൂ. എന്നാലും പാർട്ട് 1 പോയി കണ്ടാലേ നിങ്ങൾക്കിത് കണക്റ്റ് ആകത്തുള്ളൂ. അത്യാവശ്യം പൈസ ആക്കുന്നുണ്ട്. ഉമ്മയുടെയൊക്കെ ബേസ് ഭയങ്കര വലിയ ബേസായിരുന്നു. ഞാനും ദ ഗേൾ പ്രോയും കൂടെ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഗേൾ പ്രോയുടെ ബേസ്. ഇതെന്തോ വേറെ എന്തോ ഒരു പുതിയ ബ്രെയിൻ റോട്ടാണെന്ന് തോന്നുന്നു. ഇത് എന്തോ കിട്ടിയിട്ടുണ്ട് എപ്പിക്കിന്ന് എല്ലാം. കൊള്ളാം. എന്തോ കുലുങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ ഇവൻ്റ് വല്ലതും ആണ്. പക്ഷേ കാരണം ഈ ഒരു മേഘം എല്ലാം കറുത്തു. ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരുമാതിരി പേരാണ് നിൽക്കുന്നത്. സാധാ മേഘത്തെ പോലെയല്ല. എനിക്കൊന്ന് വോൾക്കാനോ ആരോ എന്തോ ചെയ്തിട്ടുണ്ട് വോൾക്കാനോയിൽ. അതായിരിക്കും ഇങ്ങനെ. നമ്മൾ കിക്ക് പവറൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ റീബർത്ത് ചെയ്തുകൊണ്ട്. അതെ ഗൈസ്, കാരണം ഇവിടെ വോൾക്കാനോയുടെ ചിഹ്നം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ ഈ ജമ്പ് ചെയ്യുന്ന ഈ ഒരു 76 കിട്ടി. 76 ഉള്ളൊരു പ്ലാസ്മയെ കിട്ടി റെയർ. നമ്മൾ അങ്ങ് വരെ കിക്ക് ചെയ്തിട്ട് 20 ഇതുവരെ 76 പോയിട്ട് അത്യാവശ്യം ഒരു 10 പോലും ഉള്ള ഒരു ഇതിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു താൽപ്പാതി ഫെയറെ കൊണ്ട് നമുക്ക് സെല്ല് ചെയ്യാം. വലിയ കാര്യമൊന്നുമില്ല ഇതിനെ. ഇതൊരു ജമ്പ് ചെയ്യുന്ന ഈ ഒരു ബട്ടണിൽ ഇതിൻ്റെ താഴെ ഒരു വോൾക്കാനോയുടെ ചിഹ്നം കാണിച്ചിട്ടുണ്ട്. ആ ഒരു വോൾക്കാനോ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മേഘം ഇരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പോയിട്ട് ഇതും കുറച്ച് അപ്ഗ്രേഡ് ആക്കാം. എന്തായാലും അപ്ഗ്രേഡ് ആക്കിയത് നല്ല ലാഭമായി. ഇപ്പോൾ ഈ ഒരു ബോബ്രീറ്റോ ബാൻഡിറ്റോ നല്ല പൈസ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നേരത്തെ നമുക്ക് 1 മില്യൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മുഴുവൻ ഈ ഒരു ബാലറീന കപ്പുച്ചിനെ അപ്ഗ്രേഡ് ആക്കാൻ കൊടുത്തതാണ്. എൻ്റെ നാക്ക് ഇടയ്ക്കിടയ്ക്ക് ഉളുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ക്ഷമിക്കുക. എന്തായാലും കണ്ടോ പെട്ടെന്ന് തന്നെ 1 മില്യൺ ആയി. കുറച്ചും കൂടെ നല്ല ഒരു വട്ടം നമുക്ക് ഇതാക്കാൻ പറ്റിയില്ല. എന്നാലും ഇത് കുറച്ചും കൂടെ ഒന്ന് പറ്റുന്നത്രയും ഒന്ന് ലെവലപ്പ് ആക്കാം. എല്ലാം ഇത്തിരി ലെവലപ്പ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൈസ കിട്ടുന്നുണ്ട്. എന്തായാലും ഇനി കുറച്ചും കൂടെ കിക്ക് പവർ ഉള്ള ഒരെണ്ണത്തെ മേടിക്കണം. അതിന് എത്ര നോക്കിയിട്ട് വരാം. നമുക്ക് വെയ്റ്റ് ഷോപ്പിൽ പോയിട്ട് നോക്കാം. ഇവിടെ ഇനി മിത്തിക്ക് മേടിക്കണമെങ്കിൽ 500Kയുടെ ഒരെണ്ണമുണ്ട്. കോപ്പർ പ്ലേറ്റ് 500Kയുടെ. അപ്പം 1 മില്യൺ ആയിട്ടുണ്ട്. 500Kയുടെ അത് നമുക്ക് മേടിക്കാം. ഓക്കെ, 500Kയുടെ ആയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ച് വെയിറ്റ് കൂട്ടുമ്പം 50 പ്ലസ് വെയിറ്റ് ആയിട്ട് കൂടുന്നുണ്ട്. ഇപ്പോൾ 100 ഇത് 2 വരുമ്പം 100 പ്ലസ് ആയിട്ട് കൂടും. ഇതുണ്ടായതുകൊണ്ട് നമുക്ക് 50 പ്ലസ് കൂടുന്നുണ്ട്. അതുകൊണ്ട് നല്ല കാര്യമാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം നമുക്ക് ഇതൊന്ന് കൂട്ടാം. ഈ ഒരു തീകോളം പോലത്തെ ഈ ഒരു ഇതുണ്ടല്ലോ കിക്ക് പവറിൻ്റെ തൊട്ട് മേളിൽ കിടക്കുന്നത്, അതിപ്പോൾ ഒരെണ്ണം കിട്ടി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ബ്രെയിൻ റോട്ട് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഈ ഒരു കാപ്പുച്ചിനോ അസസിനോ എടുത്തുകൊണ്ട് വന്നപ്പം അവിടെ കിടന്നതാണ് തീകോളം. അത് ഞാൻ കളക്ട് ചെയ്തതാണ്. അപ്പോൾ കിട്ടിയതാണ്. കളക്ട് ചെയ്തില്ലായിരുന്നു, അപ്പോൾ കിട്ടിയതാണ്. ഇനി നമുക്ക് റീബർത്ത് ചെയ്യണമെങ്കിൽ 10K കിക്ക് പവർ വേണം. അത്രയും മതി. പക്ഷേ നമ്മുടെ ഇപ്പോൾ ആകെ ഇപ്പോൾ ഒരു 4Kയുടെ അടുത്ത്. ഇപ്പോൾ 4K കിക്ക് പവർ ഉള്ളൂ. ഇതിൽ 4K ആയിട്ടുണ്ടല്ലോ. ഇപ്പോൾ എന്തായാലും നമുക്കൊന്ന് കിക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഗേൾ പ്രോ ഒക്കെ കിക്ക് ചെയ്യുന്നുണ്ട്. ഗ്രേറ്റേ ആയുള്ളൂ. എന്തായാലും നമുക്ക് ഒന്നും കൂടെ അടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. പിന്നെയും ബാലറിൻ്റെ കപ്പുച്ചിനാണ് കിട്ടിയിട്ടുള്ളത്. ഉണ്ടോ ഇവിടെ
പക്ഷേ 19-ൻ്റെയാണ് കിട്ടിയത് ബാലറിന കാപ്പുച്ചിനോ. ഇവിടെ കുറേ തീകോളം കിടപ്പുണ്ട്, അതൊക്കെ ഞാൻ പോയി കളക്ട് ചെയ്യുന്നുണ്ട്. ഗൈസ് ഇത് 19-ൻ്റെയാണ്. നമ്മുടെ കയ്യിൽ നേരത്തെ ഇരുന്ന ബാലറിന കാപ്പുച്ചിന എന്ന് പറയുന്നത് അത് 72-ൻ്റെ ആയിരുന്നു. ഇതെനിക്ക് വേണ്ടത്, ഞാൻ പോയി സെല്ല് ചെയ്യാൻ പോവാണ്. ഞാൻ അത്യാവശ്യം കുറച്ച് വലുതായിട്ടുള്ളതിനെയൊക്കെയാണ് ഞാനത് എടുക്കുന്നത്. അപ്പം ഇവിടെ എന്തോ ഇവൻ്റെ കയ്യിൽ ഇതുണ്ട്, സീക്രട്ടും ഹാക്ക്ഡ്, ഡിവൈന് സീക്രട്ട് ഹാക്ക്ഡ് എന്നൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. 2 ഹാക്ക്ഡും 2 സീക്രട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ഉണ്ട്. ഫ്രീ ഗിഫ്റ്റ് ഉണ്ട്, അത് നമ്മൾ പോയിട്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ഗെയിമും ലൈക്ക് ചെയ്ത് ഗെയിം ഫേവറേറ്റ് ആയി കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ ഇന്ന് നിൽക്കുന്നില്ല. നമുക്ക് സ്പീഡ് കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാം, കാരണം നമ്മൾ ഒത്തിരി കിക്ക് പവർ ആക്കുമ്പം പിന്നെ ഒത്തിരി നമുക്ക് കിക്ക് പവർ ആയിട്ട് നമുക്ക് ഒത്തിരി ദൂരത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് സ്പീഡ് അത്യാവശ്യം വേണ്ടി വരും. അങ്ങനെ നമുക്ക് അത്യാവശ്യം സ്പീഡ് കൂട്ടാം. അത്യാവശ്യം സ്പീഡ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും നമുക്ക് കുറച്ചും കൂടെ പോയി, ഇപ്പോൾ എന്തായാലും അത്യാവശ്യം പൈസ ആയി കാണും, നമുക്ക് പോയി കളക്ട് ചെയ്യാം. നല്ല പൈസ ആയിട്ടുണ്ട്, 10 മില്യൺ ആയിട്ടുണ്ട്. നമുക്ക് വെയ്റ്റ് ഷോപ്പിൽ പോവാം. 7.5 മില്യൺ, 2 മില്യണേ ഉള്ളത്. അയൺ പ്ലേറ്റ് മിത്തിക്കിൻ്റെ അത് മേടിക്കാം. മിത്തിക്കാണെങ്കിലും മിത്തിക്ക് വരെ ഇത് പോകത്തില്ല. മിത്തിക്ക് വരെ പോകണമെങ്കിൽ നമുക്ക് ഒത്തിരി കിക്ക് പവർ വേണം. ഇവിടെ എന്തോ നമുക്ക് സെറ്റ് കിക്ക് പവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മാക്സ് ആക്കാം, പക്ഷേ മാക്സ് ആക്കിയാണ് കിടക്കുന്നത്, വലിയ കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും നമുക്ക് അത്യാവശ്യം കിക്ക് പവർ ആക്കാം. ഇപ്പോൾ പെട്ടെന്ന് കൂടുന്നുണ്ട്. ഇപ്പോൾ 150 വെച്ചാണ് കയറുന്നത്. ഇതിൻ്റെത് 150 വെച്ച് കയറുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കിക്ക് പവർ ആക്കാം. ഇപ്പോൾ 10K കിക്ക് പവർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പം റയർ കഴിയുമായിരിക്കും. മെത്തിക്ക് വരെ എത്തണം. എന്തായാലും 12K ആയിട്ടുണ്ട്. നമുക്ക് 12.7K ആയിട്ടുണ്ട്. എന്തായാലും ഒരു 13K ആക്കട്ടെ. ഓക്കെ, 13K ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇത് കിക്ക് ചെയ്യാം. അത്യാവശ്യം ഗ്രേറ്റേ പറ്റില്ല, പക്ഷേ ഞാൻ പെർഫെക്റ്റ് ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഗ്രേറ്റേ ആയിട്ടുള്ളൂ. നമുക്ക് പറ്റുന്നതിനോട് അടിച്ചിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, നമ്മൾ വിചാരിച്ച പോലെ തന്നെ എപ്പിക്കിലാണ് പോയി വീണത്. മെഡുങ്ങാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മെഡുങ്ങിനെയാണ് കിട്ടിയിട്ടുള്ളത്. 47 തരത്തുള്ളൂ. നമുക്ക് കിട്ടിയ ബാലറിന കാപ്പുച്ചിനോ അത്ര പോലും വരുന്നില്ല. എന്നാലും ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു തീകോളം എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. തീകോളം എല്ലാം കളക്ട് ചെയ്തിട്ട് ഞാനങ്ങ് ലാസ്റ്റ് അങ്ങ് ചാവാനാണ് നോക്കുന്നത്. നമ്മൾ 11 കളക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു തീകോളം. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് അല്ല, ഈ ഒരു കിക്ക് പവർ കൂട്ടാം. കിക്ക് പവർ കൂട്ടിയിട്ട് അത്യാവശ്യം കിക്ക് പവർ കൂട്ടിയിട്ട് നമുക്കിനി കിക്ക് ചെയ്യാം. ഗേൾ പ്രോയുടെ ബേസിൽ ഇങ്ങനെ നല്ല ബ്രെയിൻ ഡോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചിമ്പാൻസിനി വരാനിനിയാണ്. ഉള്ള ബ്രെയിൻ ഡോട്ട്സ് ഒന്നും ഇതുവരെ അപ്ഗ്രേഡ് ആക്കിയിട്ടില്ല. കണ്ടാലേ മനസ്സിലാവും, കാരണം അതിൻ്റെ സൈസ് കണ്ടാലേ മനസ്സിലാവും. ഇവന്മാർക്കൊക്കെ കിട്ടുന്ന 6-7 ഒക്കെയാണ്. 6 കിട്ടണമെങ്കിൽ അങ്ങ് പോകണം. ഇപ്പം തന്നെ പെട്ടെന്നാണ് വെയിറ്റ് ഈ ഒരു കിക്ക് പവർ കൂടിയത് പെട്ടെന്നാണ്. അതുകൊണ്ട് ഡിവൈൻ ഐറ്റമൊക്കെ എടുത്തുകൊണ്ട് വന്നു ഗൈസ്. നമുക്കിനി ഡിവൈൻ ഐറ്റമൊക്കെ എടുക്കണമെങ്കിൽ അത്യാവശ്യം ഒരു 60 ആണ്. ഇപ്പം തന്നെ റീബർത്ത് ആക്കാൻ പറ്റുന്നുണ്ട്. റീബർത്ത് ആക്കി ഞാൻ. എന്നാലും ഇതൊന്ന് നിർത്തിയിട്ട് പോയാൽ കുറച്ച് നടന്നാലേ ഒരു പഴയതല്ല റീബർത്ത് ആക്കിയിട്ടുള്ള ഇത് വരത്തുള്ളൂ. എക്സ്ട്രാ ക്യാഷ് കിട്ടുമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എക്സ്ട്രാ ആവുമായിരിക്കും. അങ്ങനെ ആയിരിക്കണം. ഇവിടെ ഒരുത്തൻ ഈ ഒരു ഡിവൈൻ ഐറ്റം കൊണ്ട് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഗിഫ്റ്റ് ചെയ്യാനായിരിക്കും. ഞാൻ അവൻ്റെ പുറകിൽ ഓടുന്നുണ്ട്. എങ്ങാനും അവനത് ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗ്യമാണ് ഗൈസ്. അവനാണ് ഗൈസ് അത് ഗിഫ്റ്റ് ചെയ്യുന്നത്. എന്നാൽ എനിക്കൊന്ന് ഗിഫ്റ്റ് ചെയ്ത് തന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സീക്രട്ടും ഡിവൈനും ഉണ്ട് അവൻ്റെ കയ്യിൽ. ഒരെണ്ണം എനിക്ക് തരാമെന്നൊക്കെ ഒന്ന് ചോദിച്ചാലോ? ചാടി നോക്കാം.
നമുക്കൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും വെറുതെ അവന് പറയാൻ നടക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വേണ്ട ഇതിൻ്റെ മേളിൽ ഏറ്റവും മേളിൽ ഈ ഒരു ഗെയിം കളിക്കുന്നതിൻ്റെ ഏറ്റവും മേളിൽ എഴുതിയപ്പോൾ യുവർ ബ്രെയിൻ റോഡ്സ് എയിം 6.6 ബില്യൺ ഡേ ഓഫ് ലൈൻ. ഇപ്പോൾ ഇത്രയും 6.6 ബില്യൺ ആവാണ്. 6.6 ബില്യൺ ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടും. അപ്പം അത് ഭയങ്കര നല്ല കാര്യമാണ്. കാരണം 2 റെയറേ നമ്മുടെ കയ്യിലുള്ളൂ. അത് വെച്ചാണ് ഈ 6.6 ബില്യൺ ഒരു ഡേ കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവന്മാരുടെ കയ്യിൽ ഇത്രയും നല്ല ഉരുണ്ടിണ്ടൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഗോഡ്ലി ആയിട്ടാണ്. റൈനോ ടോസ്റ്ററിനോ, തന്നെ റൈനോ വെർഡീൻ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇവന്മാർക്കൊക്കെ ഒരു ഡേ വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എത്ര ആയിരിക്കില്ലേ കിട്ടുന്നത്. ഓഫ്ലൈനായിട്ട് ഏൺ ചെയ്യുന്നത് നല്ല കാര്യമാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ ഗായ്സ് ഇതൊരു 10 മിനിറ്റ് സംതിങ് 10 മിനിറ്റ് സംതിങ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പാർട്ട് 3യും ഇതുപോലെ തന്നെ ഉടനെ വരുന്നതായിരിക്കും. പാർട്ട് 1 കാണാത്തൊരു 1 പോയി കാണുക, പിന്നെ 2 കാണുക, പിന്നെ ഇപ്പം തന്നെ വെച്ചാൽ ഉടനെ തന്നെ 3 ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും പോയി കാണുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വലുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞങ്ങളെല്ലാ കോണ്ടൻറ്റും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. പിന്നെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം പാർട്ട് 3 ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും പോയി കാണാം. അപ്പം ബൈ.